നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പാർലമെന്റ് മെമ്പറുടെ ശമ്പളം 3 ലക്ഷം രൂപ, 2,85,000 രൂപ ഒരു മാസം വാങ്ങുന്നു എന്ന് നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറഞ്ഞാൽ, നമ്മുടെ ഇ അഹമ്മദിനെ കുറിച്ച് പറഞ്ഞാൽ, കേരളത്തിലെ മന്ത്രി MP-മാരെ കുറിച്ച് പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കാനുണ്ടോ? LDF എതിർക്കാനില്ല. പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സംവിധാനവുമില്ല. ശമ്പളം കൂട്ടിക്കൊടുത്തു എന്ന് മാത്രമല്ല, നിങ്ങൾ തിരിച്ചറിയണം, 50,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നത് ഒരു മാസം 1 ലക്ഷം രൂപയായി മാറുക, ഒരു മാസം 45,000 രൂപ അലവൻസ് ഉണ്ടായിരുന്നത് ഒരു മാസം 90,000 രൂപ അലവൻസ് ആക്കി മാറ്റുക. അതൊക്കെ സഹിക്കാം. നമ്മൾ മലയാളികൾ, നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. പാർലമെന്റിൽ ഒരു ക്യാന്റീൻ പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്യാന്റീനിൽ പോയാൽ ഇപ്പോഴും ചായക്ക് 1 രൂപയാണ്, ചപ്പാത്തിക്ക് 1 രൂപയാണ്, 27 രൂപയ്ക്കാണ് ബിരിയാണി കൊടുക്കുന്നത്. ആർക്കാണിത്? 1 രൂപയ്ക്ക് ചായ കുടിക്കുന്ന ആരാ? ഒരു മാസം 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന പാർലമെന്റ് മെമ്പർമാര്. 1 രൂപയ്ക്ക് ചപ്പാത്തി വാങ്ങുന്ന ആരാ? 6 രൂപയ്ക്ക് ഫ്രൂട്ട് സലാഡ് വാങ്ങി കഴിക്കുന്നത് ആരാ? അവിടെയുള്ള 17 രൂപയ്ക്കാണ് മീൽസ് കൊടുക്കുന്നത് എന്നാണ് അവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മെനുവിൽ കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ജനപ്രതിനിധികൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. ജനങ്ങളോടൊരു താല്പര്യവുമില്ല. അവർ ഇന്ന് രാജ്യത്തിന്റെ വരുമാനമുണ്ടാക്കുന്ന വലിയ ബിസിനസ് ബ്യൂറോക്രാറ്റുകളായി രാജ്യത്തിലെ ജനപ്രതിനിധികളടക്കം മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ യാത്രാ ഇളവുകളും അവരുടെ ഭക്ഷണ ചെലവുകളും മാറി മാറി ഇവിടെയുള്ള സർക്കാരുകൾ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാവപ്പെട്ട ചങ്ങരംകുളത്തുകാര്, നമ്മൾ പാവപ്പെട്ട ആലങ്കോട് നെന്മൊക്കെ നിവാസികള്, നമുക്കൊരു മരുന്ന് വാങ്ങാൻ നമ്മുടെ ഹെൽത്ത് സെന്ററിൽ പോയാൽ മരുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ കാലുമുറിഞ്ഞ ബെഞ്ചും കാലില്ലാത്ത ഡെസ്കുമാണ് സർക്കാർ സ്കൂളുകളിലുള്ളത്. സർക്കാർ സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ടു. സർക്കാർ ആശുപത്രിയിൽ പോയാൽ ഡോക്ടറില്ല, സർക്കാർ ആശുപത്രിയിൽ പോയാൽ ലാബില്ല, മരുന്നില്ല. തൊട്ടപ്പുറത്ത് കാണാൻ സ്വകാര്യ ആശുപത്രി, അവിടെ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. KSRTC ബസ്സിൽ കയറാൻ കഴിയില്ല. എല്ലാവിധ അഴുക്കുകളുടെയും കേന്ദ്രമായി എല്ലാവിധ പൊട്ടിപ്പൊളിഞ്ഞ KSRTC ബസ്സുകളും ഓടുകയാണ്. അപ്പോഴാണ് ചങ്ങരംകുളത്തിലൂടെ വൈഫൈ ഉള്ള ബസ് ഓടുന്നത്, ചങ്ങരംകുളത്തിലൂടെ AC ഉള്ള ബസ് ഓടുന്നത്, ചങ്ങരംകുളത്തിലൂടെ വീഡിയോ കൊച്ചു സ്വകാര്യ ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന് ജനങ്ങളോട് താല്പര്യമില്ല, സർക്കാരിന് ജനങ്ങളോട് താല്പര്യമില്ല. എന്തിനധികം പറയുന്നു, നമ്മുടെ ചങ്ങരംകുളം മേഖലയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഒരു വൃക്ക തകരാറ് സംഭവിച്ചപ്പോൾ അതിന് സഹായം ചെയ്യാൻ പോലും ഇവിടെ ഒരു ഫണ്ടും ഒരാളും കൊടുത്തില്ല. അവസാനം നല്ല ചങ്ങരംകുളത്തെ നല്ല സോഷ്യൽ മീഡിയ കൂട്ടായ്മയിലൂടെയാണ് ഇന്ന് ആ കുട്ടിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ ഔദാര്യങ്ങളല്ല. ഇവിടെ നികുതി കൊടുക്കുന്നവരാണ് നമ്മൾ കൊടുക്കുന്ന നികുതിയാണ് ഈ പഞ്ചായത്ത് ഓഫീസിലുള്ളത്, നമ്മൾ കൊടുക്കുന്ന നികുതിയാണ് ഈ വില്ലേജ് ഓഫീസിലുള്ളത്. ഏകദേശം 1 മണിക്കൂർ മുമ്പെയാണ് കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ട് ഉമ്മൻചാണ്ടി ഈ വഴിയിലൂടെ കടന്നുപോയത്. അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പോലീസ് ഉണ്ടായിരുന്നു, പിന്നിൽ 2 പോലീസ് വാഹനമുണ്ടായിരുന്നു, തൊട്ടു പിന്നിൽ ഒരു ആംബുലൻസ് നമ്മൾ കണ്ടു. 1 മണിക്കൂർ മുന്നേ കൂർക്കം വലിച്ച് ഇതിലൂടെ കടന്നുപോയ മിസ്റ്റർ ഉമ്മൻചാണ്ടി അറിയണം, നിങ്ങളുടെ ഉറക്കത്തിൽ പേടിച്ചുടരാൻ കഴിയുന്ന രീതിയിൽ ഒരു ജനപക്ഷ രാഷ്ട്രീയം ഈ തെരുവോരങ്ങളിൽ പടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ചങ്ങരംകുളത്തിന്റേതുപോലുള്ള കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ശക്തമായ ജനപക്ഷ രാഷ്ട്രീയം കരുത്താർജിച്ചുകൊണ്ടിരിക്കുന്നു. അഴിമതിയിൽ